കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ തിരിച്ചെത്തിയ നീതുവിനെ അമ്മയും അഖിലും ചേട്ടനുമെല്ലാം വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാ. തന്നെ കുറ്റപ്പെടുത്തുന്ന അമ്മയോടായി ലോകത്ത് ആദ്യമായി പ്രേമിക്കുന്നയാൾ ഞാനൊന്നുമല്ലല്ലോ, അതത്ര വലിയ നാണക്കേടൊന്നുമല്ല, തിരിച്ചു വരുന്നത് തെറ്റായി കാണുന്നൊരു തള്ള ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നീതു പറയേ, അതെ, നീ ഇപ്പോ നാണം കേട്ട് തിരിച്ചു വന്നത് തെറ്റ് തന്നെയാ. അതും അവനെ കെട്ടിപ്പിടിച്ച് ഈ വീടിന്റെ മുൻപിൽ വന്നു നിന്നത് അതിലും വലിയ തെറ്റാ. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടെ നീ എല്ലാം അവസാനിപ്പിച്ചേക്കണം. ഇനി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോ. ചോദിക്കുന്നവരോടെ ഞാൻ സമാധാനം പറഞ്ഞോളാമെന്ന് അമ്മ പറയുന്നുണ്ട്. നീതുവും പറയുകയാ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാനും പോകുന്നില്ല, അവനെ കാണാതിരിക്കാനും പോകുന്നില്ല. എന്താ ഉണ്ടാവുമെന്ന് അറിയാലോന്ന്. നിന്റെ കയ്യും കാലും തല്ലിയൊടിച്ച് ഞാൻ ഈ മൂലക്കിടും. അവൻ വന്ന് ചോദിക്കുമെന്നല്ലേ പറഞ്ഞത്, കാണട്ടെ എന്ന് അമ്മയും. കാണാം എന്ന് നീതുവും വെല്ലുവിളിക്ക്. ഇപ്പൊ തന്നെ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് അഖിൽ അവളുടെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും അച്ഛൻ അവനോട് നിർത്താനായി പറഞ്ഞ് നീതുവിനോട് അകത്തേക്ക് പോവാനായി പറയുക. റൂമിലേക്ക് പോകുന്ന നീതുവിന്റെ പുറകെ അമ്മയും ചെല്ലുന്നുണ്ടെങ്കിലും അവൾ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. അമ്മയും വാതിലിൽ തട്ടിക്കൊണ്ട്, എടി കതവ് തുറക്ക്, നീ എത്ര നേരം അതിനകത്തിരിക്കും, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വേണം, നോക്കിക്കോ, എടി തുറക്കാൻ, വാതിൽ തുറക്കടി, വാതിൽ തുറക്കാൻ എന്ന് പറഞ്ഞ അമ്മ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ഹരീഷ് തിരികെ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ട് അച്ഛനും, ഹരീഷേ എടാ നിക്ക്, എടാ ആ പെണ്ണ് എവിടെ പോയി എന്ന് ചോദിക്കെ, വീട്ടിൽ കൊണ്ടാക്കി എന്ന് ഹരീഷ്. ഒന്നുമില്ലെങ്കിലും നിന്നെ തേടി ഇങ്ങോട്ട് വന്നതല്ലേടാ, അവളോട് അങ്ങനെ ചെയ്തത് മോശമായി പോയി മോനെ. കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കാൻ ഞാൻ എത്ര പറഞ്ഞതാ. നീ നോക്കിക്കോ, ഈ വാശിക്ക് ആ വീട്ടുകാരെ അവളെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കും. മാലയോഗം നിന്റെ ഉച്ചിയിൽ വന്നു നിന്ന സമയത്താ അവള് നിന്നെ തേടി വന്നത്. അത് നീ ആയിട്ട് തെറ്റിച്ചോ. ഇനി നിനക്ക് നിന്റെ ചേട്ടന്റെ പോലെ നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കാം. ആശംസകൾ, ചെല്ല് എന്ന് അച്ഛൻ പറയെ ഹരീഷും അകത്തേക്ക് കയറി പോവുകയാണ്. അവൻ ഹാളിലേക്ക് എത്തിയ നിധിയും നികേഷും അവിടെ ഇരിപ്പുണ്ടെങ്കിലും അവൻ നേരെ അടുക്കളയിൽ നിൽക്കുന്ന സുഭാഷേട്ടന്റെ അരികിലേക്ക് പോവുകയാണ്. അവളിവിടെ എന്ന് അമ്പരപ്പോടെ സുഭാഷേട്ടൻ ചോദിക്കുക, ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി എന്ന് ഹരീഷും. നിധിയും നികേഷും സുധീഷും എല്ലാം അങ്ങോട്ടെത്തുന്നുണ്ട്. അവളുടെ വീട്ടിലോ എന്ന് പരിഭ്രമത്തോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. വിവാഹം നടത്താൻ ഇപ്പോൾ സാധ്യമല്ലെന്ന് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കി എന്ന് ഹരീഷും. എടാ അവിടെ ആകെ പ്രശ്നമെന്നല്ലേ അവൾ പറഞ്ഞതെന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. നിധിയും പറയുന്നുണ്ട്, അവളുടെ ചേട്ടന്റെയും അമ്മയുടെയും ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാ അവൾ ഇറങ്ങിപ്പോകുന്നത്. അവളെ വീണ്ടും അവിടെ കൊണ്ടുവിട്ടത് ഓക്കെ ആണോ എന്ന് നിധി ചോദിക്കുക. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കെ, എടാ നീ എന്താടാ മിണ്ടാതെ നിൽക്കുന്നേ, എന്തിനാ അവളെ തിരിച്ചവിടെ കൊണ്ടാക്കിയെന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചെടുത്ത തീരുമാനമാണ് സുഭാഷേട്ടൻ. തൽക്കാലം അവൾ അവളുടെ വീട്ടിലും ഞാൻ ഇവിടെ നിൽക്കുന്നതുമാണ് ശരിയെന്ന് തോന്നി. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ എനിക്ക് ഫോൺ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും എന്ന് ഹരീഷ് പറയേ. അതിന് അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഫോൺ ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടാ ഞാൻ പറഞ്ഞയച്ചെന്ന് ഹരീഷും. എടാ അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഇറങ്ങി വന്നത്. വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ അവരവളെ വെച്ചേക്കുമോ? എന്റെ പൊന്നു സുഭാഷേട്ടാ, അവളുടെ ആങ്ങളെ ചെറുക്കനാണെങ്കിൽ ഒരു സൈക്കോയാണ് എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കെ. അതെ, അതോർക്കുമ്പോഴേ എനിക്കൊരു പേടിയുള്ളൂ എന്ന് സുഭാഷേട്ടനും. അത് കുഴപ്പമില്ല സുഭാഷേട്ടാ, വീട്ടിൽ തന്നെ പോയി നിൽക്കുന്നതാ ശരിയെന്ന് നീതുവാ പറഞ്ഞത്. അവളുടെ വീട്ടുകാരല്ലേ, അവള് നോക്കിക്കോളും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞ് ഹരീഷ് അവിടുന്ന് പോവുകയാണ്. സുധീഷും ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഇവൻ എന്ത് പൊട്ടത്തരായി ചെയ്തത്. അതുകൾക്ക് നിധിയും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കാണും എന്ന് പറയേ. എന്നാലും പാവം, അതിനെ അവരടിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴായിരുന്നു സുഭാഷേട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ലേ അപ്പൊ അതിനുള്ള വഴി നോക്കാം എന്ന് പറഞ്ഞ് നിധിയും അവിടുന്ന് പോവുകയാണ്. അവിടെ നീതുവിന്റെ വീട്ടിൽ അപ്പോഴേക്കും അഖിൽ ഒരു വടിയുമായി നീതുവിന്റെ റൂമിന്റെ ഡോറിൽ ചെന്ന് തട്ടുകയാ. കൂടെ അമ്മയുമുണ്ട്. എടി നീതു, വാതിൽ തുറക്കടി. എടി വാതിൽ തുറക്കാൻ. എടി നിന്നോടാ ഞാൻ വാതിൽ തുറക്കാൻ പറഞ്ഞു. തുറക്കടി. എടി മര്യാദയ്ക്ക് വാതിൽ തുറക്കാൻ. തുറക്കാൻ, എടി വാതിൽ തുറക്കാൻ എന്ന് പറഞ്ഞവളുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് വിളിക്കുക. കാട്ടിലിൽ ഇരിക്കുകയായിരുന്ന നീതുവും എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. ജോലിക്ക് പോയ ഹരീഷിനെ വിളിച്ചു നോക്കുക സുധീഷ്. ശരിയടാ ഹരീഷേ, അവള് വിളിച്ചില്ലെങ്കിൽ നീ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കണം കേട്ടോ. ചിലപ്പോഴേ ചില കാര്യങ്ങൾ നിന്നെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ച് അവൾ മറച്ചു വെക്കും. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാമെന്ന് പറഞ്ഞ് സുധീഷ് കോൾ വെക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന അവന്റെ അരികിലേക്ക് നിധി എത്തുന്നത്. ആരാ, ഹരീഷാണോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നിധി ചോദിക്കുക. ഏയ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ലെന്ന് സുധീഷും. നീതു അവനെ വിളിച്ചോന്ന് നിധി ചോദിക്കുന്നുണ്ട്. വിളിച്ചു, പ്രശ്നമൊന്നുമില്ലെന്നാ പറയണെന്ന് സുധീഷും. ഹരീഷ് എന്തായാലും നീതുവിനെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടുവിട്ടു. ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ എന്നെ നിധി ചോദിക്കെ. എനിക്കതിന്റെ ആവശ്യം എന്തോന്നാ എന്ന് സുധീഷും. ഇനിയും വരാലോ, നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു കുട്ടിയുമായിട്ട് പ്രേമമുണ്ടായി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ കുട്ടി വീട്ടിൽ വന്നു നിന്നാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് നിധി ചോദിക്കെ. അതിപ്പോ എന്ന് പറഞ്ഞ ആലോചനയോടെ നിൽപ്പാ സുധീഷും. ഞാൻ പറയാം, നിങ്ങൾ ആ നിമിഷം കല്യാണം നടത്തും. ഹരീഷ് അത് ചെയ്യാതെ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയച്ചു. അതിന്റെ കാരണം എന്താന്ന് അവൻ പറഞ്ഞോ എന്ന് നിധി ചോദിക്കെ. ആ പറഞ്ഞു എന്ന് സുധീഷും. സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിയാത്തത് അല്ലേ എന്ന് നിധി ചോദിക്കെ. അതെങ്ങനെ ഇയാൾ അറിഞ്ഞു? ഹരീഷ് പറഞ്ഞു എന്ന് സംശയത്തോടെ
ചോദിക്കുക സുധീഷും. ആരും പറഞ്ഞില്ല അതോഹിക്കാനേ റോക്കറ്റ് സയൻസ് പഠിക്കണമെന്നൊന്നുമില്ല. ഈ വീട്ടിൽ കുടുംബസ്നേഹമുള്ള ഒരുത്തനാ അവൻ, അതെനിക്കറിയാമെന്ന് നിധിയും. അതെന്താ, എനിക്ക് കുടുംബസ്നേഹമൊന്നും ഇല്ലെന്നാണോ എന്ന് സുധീഷ് ചോദിക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നിങ്ങളെ തന്നെ, അതുകൊണ്ടാണല്ലോ അവനവന്റെ ലാഭം മാത്രം ചിന്തിച്ച് എപ്പോഴും ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അതില് നിങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവും. എന്ന് ഹരീഷ് അങ്ങനെയല്ല, അവനെ മാത്രമായി അവൻ എന്തെങ്കിലും പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങളും മറ്റുള്ളവരും എല്ലാവരും നിർബന്ധിച്ചിട്ടും അവൻ ആ കല്യാണം ഒഴിവാക്കിയത് സുഭാഷ് ഏട്ടന് വേണ്ടി മാത്രമാ. അതവന്റെ വലിയ മനസ്സിന്റെ ലക്ഷണം. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാ എല്ലാം വിട്ടെറിഞ്ഞ് നീതു അവനെ തേടി വന്നത്. അവനും അങ്ങനെ ഒരു നല്ല ബന്ധം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിധി പറയേ. സുധീഷും പറയുന്നുണ്ട്, അത് ശരിയാ, അവൻ സൂപ്പറാ, അടിപൊളിയാ. പക്ഷേ അവൻ സുഭാഷ് ഏട്ടനെ പറ്റി ആലോചിച്ചപ്പോഴേ ഞാൻ ആ പെൺകുട്ടിയെ പറ്റി ആലോചിച്ചില്ലേ. തിരിച്ചാ കുട്ടി വീട്ടിൽ പോയാൽ നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവളെ ഇവിടെ തന്നെ നിർത്താനുള്ള സാധ്യത നോക്കിയില്ലേ. അതും ഒരു നല്ല മനസ്സുകൊണ്ടല്ലേ. അതിനെയും ഒന്ന് പുകഴ്ത്തുന്നതിൽ വിരോധമുണ്ടോ? എന്താ എന്ന് സുധീഷ് ചോദിക്കേ. നിധി അവനെ തന്നെ നോക്കി നിൽപ്പാ. എന്താ ഇങ്ങനെ നോക്കണേ എന്ന് സുധീഷ് ചോദിക്കേ. അത് നല്ല മനസ്സുകൊണ്ടല്ല, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി കൂടി ഇങ്ങോട്ട് വന്നാൽ നാട്ടുകാർക്കിടയിലുള്ള പേരുദോഷം മാറുമെന്നുള്ള വക്രബുദ്ധി കൊണ്ടാ എന്ന് പറഞ്ഞവൾ വീട്ടിലേക്ക് കയറി പോവുകയാ. ഇയാളെല്ലാത്തിനും മറുവശമാണല്ലോ വായിക്കുന്നതെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ നീതുവിന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. അഖിൽ അപ്പോഴും വടിയും കയ്യിൽ പിടിച്ച് നീതുവിനോട് വാതിൽ തുറക്കാനായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടെത്തിയ വനിതാ പോലീസും കൂട്ടരും കോളിംഗ് ബെൽ അടിക്കുന്നത്. അത് കേട്ട് അപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്ന അച്ഛനും എടാ ആ വടി മാറ്റിയിട്ട് അതാരാണെന്ന് നോക്കിയേ എന്ന് അഖിലിനോടായി പറയേ. അവൻ വടി വലിച്ചെറിഞ്ഞ് ആരാണെന്ന് നോക്കാൻ പോവുകയാണ്. പുറകെ അമ്മയും ചെല്ലുന്നുണ്ട്. അവൻ ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുന്ന പോലീസിനെയാണ് കാണുന്നത്. പോലീസോ എന്ന് പറഞ്ഞവർ പരസ്പരം പരിഭ്രമത്തോടെ നോക്കുകയാ. പിന്നീട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആരാ ഇവിടെ നീതു എന്ന് വനിതാ പോലീസ് ചോദിക്കുന്നുണ്ട്. എന്റെ മകളാ, അകത്തുണ്ട്, എന്താ കാര്യമെന്ന് ചന്ദ്രനും. ഇവരാരാ എന്ന് സീതയെ ചൂണ്ടി അവർ ചോദിക്കേ. ഇതവളുടെ അമ്മ, ഇത് ചേട്ടൻ. എന്താ മാഡം, നീതു എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സീതയും പരിഭ്രമത്തോടെ പറയുന്നുണ്ട്, എന്റെ ഭഗവാനെ, വന്ന് വീട്ടിൽ പോലീസും കയറി തുടങ്ങിയോ? ഇവളെ കൊണ്ട് ഇനി എന്തൊക്കെ സഹിക്കണം? എന്താ സാറേ അവള് ചെയ്തത് എന്നവർ ചോദിക്കേ. ആദ്യം നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, എന്നിട്ട് നീതുവിനെ വിളിക്കെന്ന് പറയേ. സീതയും പുറകെ ചന്ദ്രനും നീതുവിനെ വിളിക്കാനായി പോവുകയാണ്. സീത വാതിൽ തട്ടിക്കൊണ്ട് എടി നീതു, നിന്നെ തേടി പോലീസ് വന്നിരിക്കുന്നു, എടി കഥവ് തുറക്കടി, കഥവ് തുറക്കാൻ എന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടുമ്പോഴേക്കും നീതു വാതിൽ തുറന്ന് പുറത്തിറങ്ങി വരികയാ. എന്താ മോളെ, പോലീസൊക്കെ വന്നിരിക്കുന്നു എന്നച്ഛൻ ചോദിക്കേ. മറുപടി ഒന്നും പറയാതെ നീതു പുറത്തോട്ടിറങ്ങി പോവുകയാ. കുട്ടിയാണോ ഞങ്ങളെ വിളിച്ചത് എന്ന് വനിതാ പോലീസ് ചോദിക്കേ. അതെ മാഡം, ഞാനാ വിളിച്ച് കംപ്ലൈന്റ് തന്നതെന്ന് നീതുവും. ഇവരാണോ അവരെ എന്ന് നീതുവിന്റെ അമ്മയെയും അച്ഛനെയും നോക്കി പോലീസ് ചോദിക്കേ. അതെ മാഡം, അവരാണെന്ന് നീതുവും. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുവാണോ എന്ന് പോലീസ് ചോദിക്കേ. അയ്യോ മാഡം, ഞങ്ങൾ എന്തിനിവളെ ടോർച്ചർ ചെയ്യണം? ഇത് ഞങ്ങളുടെ മകളല്ലേ എന്ന് പരിഭ്രമത്തോടെ സീത പറയുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു ഈ കുട്ടിയുടെ പരാതി ഉണ്ടല്ലോ എന്ന് പോലീസ് വീണ്ടും ചോദിക്കേ. അയ്യോ അങ്ങനൊന്നും ഇല്ല മാഡം എന്ന് അഖിലും. അത് കേൾക്കെ നീതുവും ഉവ്വ് മാഡം, മാഡം വരുമ്പോ ഞാൻ കഥകടച്ച് മുറിക്കുള്ളിൽ ഇരിക്കായിരുന്നില്ലേ? അതെന്തുകൊണ്ടാന്നറിയാമോ? പുറത്തു വന്ന കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് ഈ അമ്മയും ചേട്ടനും മുറിക്ക് പുറത്ത് നിൽക്കായിരുന്നു. ഒരു മിനിറ്റ് മാഡം എന്ന് പറഞ്ഞ് നീതു അകത്തോട്ട് പോയി. അഖിലവളെ അടിക്കാനായി കയ്യിൽ പിടിച്ചിരുന്ന ആ വടിക്കഷ്ണം എടുത്തോണ്ട് വരികയാ. ദാ ഇതുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാ ഇവരെന്നെ മർദ്ദിക്കുന്നത്. എന്നെ ഇപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അറിയാം മാഡം. ദാ ഇവനെ എന്നെ ഏറ്റവും കൂടുതൽ തല്ലുന്നത് എന്ന് അഖിലിനെ ചൂണ്ടി നീതു പറയുന്നു. ആണോ എന്ന് ചോദിച്ച് അഖിൽ അവളെ അടിക്കാനായി ചെല്ലുമ്പോഴേക്കും നിർത്തടാ, എന്റെ മുന്നിൽ വെച്ച് ഇവളെ ഭീഷണിപ്പെടുത്തുന്നു. നിന്റെ പേരെന്താടാ എന്ന് പോലീസ് ചോദിക്കേ. അഖിൽ എന്നവനും ദേഷ്യത്തോടെ പറയുന്നു. ഇങ്ങോട്ട് മാറി നിൽക്ക്, എന്താ നിന്റെ ജോലി എന്ന് മാഡം ചോദിക്കേ. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണെന്ന് അഖിലും. അത് ശരി, ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുക, എന്നിട്ട് കോളേജിൽ പോകുന്ന കുട്ടിയെ തല്ലാ നിൽക്കുന്നു. ഈ കുട്ടിയുടെ പരാതി ഒന്ന് മാത്രം മതി നിന്നെ പിടിച്ചകത്തിടാൻ, അറിയാവോ? പിന്നെ മിനിമം 7 കൊല്ലത്തേക്ക് നീ പുറത്തു വരില്ല, അറിയാവോടാ എന്ന് അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ് നീതുവിന്റെ അച്ഛനോടും അമ്മയോടുമായി നിങ്ങളോടും കൂടിയായി പറയുന്നത്. മനസ്സിലായോ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ കുട്ടിയെ അടിക്കുന്നത്? എന്താ മിസ്റ്റർ, നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനല്ലേ, നിങ്ങൾക്കൊന്ന് തടഞ്ഞൂടെ എന്ന് നീതുവിന്റെ അച്ഛനോട് അവർ ചോദിക്കേ. അച്ഛൻ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല മാഡം, അച്ഛൻ പറയുന്നതൊന്നും ഇവര് കേൾക്കാൻ പോകുന്നില്ല, പിന്നെ അച്ഛൻ തല്ലില്ലെന്നേ ഉള്ളൂ, ചീത്ത പറയുന്നതിന് ഒരു കുറവുമില്ലെന്ന് നീതു. ഇവരൊക്കെ നിന്നെ തല്ലാനും ചീത്ത പറയാനും കാരണം എന്താ? പേടിക്കാതെ പറ എന്ന് മാഡം പറയേ. എനിക്കൊരാളെ ഇഷ്ടമാണ് മാഡം, അതിവർക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം എന്ന് നീതു പറയേ. സീതയും പറയുന്നുണ്ട്, അതൊരു മോശം കുടുംബമാ മാഡം. നീതുവും, ഞാൻ ഇഷ്ടപ്പെടുന്നത് കുടുംബത്തെ അല്ലല്ലോ മാഡം, ആളെയല്ലേ. മാത്രമല്ല കല്യാണം കഴിക്കാനോ ഓടിപ്പോവാനോ എനിക്ക് പ്ലാനുമില്ല. എനിക്ക് പഠിക്കണം മാഡം, നല്ലൊരു ജോലി വേണം, എന്നിട്ടേ വിവാഹത്തെ പറ്റി ആലോചിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ അവനെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ ഇവരെന്നെ അടിക്കുന്നത്. അവനെ ലവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞാ എന്നെ അടിക്കുന്നത്. ഇവിടുന്ന് ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ടാ പോണ്ടത്? ഇതെന്റെ കൂടി വീടല്ലേ
ഇത്രയും നാളും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ചെറുക്കന്റെ കൂടെ കറങ്ങി നടക്കാൻ പോലും പോയിട്ടില്ല. അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. അവന്റെ വീട്ടിലും പോയിട്ടില്ല. അവനെ ഇഷ്ടാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനാ ഇവരൊക്കെ കൂടി എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തന്റെ കൈ കാണിച്ച് ഇതേ നോക്ക് മാഡം, ദേഹം മുഴുവൻ പാടുകളാ. ദേ ഈ നിൽക്കുന്ന ചേട്ടനില്ലേ, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണി. എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട് മാഡം. ഇവരുടെ അഭിമാനത്തിന്റെ കാര്യവും പറഞ്ഞ് ഇവരെന്നെ കൊല്ലും. ഇവരിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മാഡം. മാഡം ഇപ്പോ വന്നില്ലായിരുന്നെങ്കിൽ വാതിലും ചവിട്ടിപ്പൊളിച്ച് അകത്തു വന്ന് ഇവരെന്നെ കൊന്നേനെ എന്നവൾ പറയുന്നതുകൾക്ക് അഖിലും പല്ല് ഞെരിച്ച് ദേഷ്യത്തോടെ അവളെ നോക്കുക. എന്റെ ജീവന് ഈ വീട്ടിൽ ഒരു സുരക്ഷയുമില്ല മാഡം എന്ന് നീതു പറയെ സീതയും ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. മാഡം, ഇവൾ അനാവശ്യമായി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാ. ഇവൾ പ്രേമിക്കുന്നു പറഞ്ഞില്ലേ, അതൊരു തെണ്ടി ചെറുക്കനാ. അങ്ങനെ ഒരുത്തനെ ഇഷ്ടപ്പെടുന്നത് അച്ഛനമ്മമാർക്ക് സഹിക്കുമോ മാഡം എന്ന്. അവനൊരു മെക്കാനിക്കാ. തെണ്ടി തിരിഞ്ഞു നടക്കുന്നതേ ദേ ഇവനാ. അവനല്ല എന്ന് അഖിലിനെ ചൂണ്ടി നീതു പറയുന്നു. ഞാൻ അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. അവനെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവനെ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മാഡം, ഒരുപാട് പഠിക്കണമെന്നുമുണ്ട്. പക്ഷേ അവനെ ഇഷ്ടമാണെന്നുള്ള ഒറ്റ കാരണത്താൽ എന്റെ പഠിപ്പ് പോലും മുടക്കിയിരിക്കുക ഇവര്. അവനെ കണ്ടാലോന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോലും വിടുന്നില്ല എന്നൊക്കെ നീതു പറയുന്നതിൽക്ക് മാഡവും പറയുന്നുണ്ട്. ഈ കുട്ടി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കെതിരെ ഇപ്പൊ തന്നെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നതേ ഒരു കുട്ടിയുടെ അവകാശമാ. ആ കുട്ടിക്ക് ആരെയോ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് അത് നിഷേധിക്കാൻ നോക്കുവാണോ? പിന്നെ ആരെ ഇഷ്ടപ്പെടണമെന്നതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. എത്ര വയസ്സായി കുട്ടിക്കെന്ന് നീതുവിനോടായി മാഡം ചോദിക്കുന്നുണ്ട്. 20 എന്ന് നീതു. 20 വയസ്സായ കുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിന് കോടതി നിൽക്കൂ. അറിയാലോ, ഇത്രയും വയസ്സായ ഒരു കുട്ടിയെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിച്ച അഖിലിനോടായി എന്താടോ കൊലപാതക ഭീഷണിയൊക്കെ ഉണ്ടെന്നാണല്ലോ ഈ കുട്ടി പറയുന്നത് എന്ന് മാഡം ചോദിക്കേ പരുങ്ങളോടെ ഇല്ല മാഡം എന്ന് അഖിലും. ദേ ഈ കുട്ടി ഇവിടെ വെച്ചൊരു പരാതി എഴുതി തന്നാ നിങ്ങൾ 3 പേരും അകത്താ. എന്താടോ ജയിലിൽ പോണോ എന്ന് അഖിലിനോടായി ചോദിക്കേ അയ്യോ വേണ്ട മാഡം എന്ന് അഖിലും പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ വാണിംഗ്. ഇനി ഈ കുട്ടിയുടെ നേരെ നിങ്ങളുടെ ആരുടെയും കൈ പൊങ്ങാൻ പാടില്ല. അതുണ്ടായി നിറഞ്ഞ അറിയാലോ എന്ന് മാഡം പറയേ അഖിലും തല താഴ്ത്തി നിൽക്കുകയാ. പോയി പേനയും പേപ്പറും എടുത്തോണ്ട് വാ എന്ന് മാഡം പറയേ ശരി മാഡം എന്ന് പറഞ്ഞ് നീതു പോവാൻ തുടങ്ങുകയാ. കുട്ടി എവിടെ നിൽക്ക്, താൻ പോയിട്ട് വാടോ എന്ന് പറഞ്ഞ് അഖിലിനെ പറഞ്ഞു വിടുകയാ മാഡം. നീതുവിനെ ദേഷ്യത്തോടെ നോക്കുന്ന സീതയോടായി എന്താ മകളെ തല്ലണമെന്നുണ്ടോ എന്ന് മാഡം ചോദിക്കേ അയ്യോ ഇല്ല മാഡം എന്ന് സീതയും. അഖിൽ പേപ്പറും പേനയുമായി വന്ന് ഇതാ മാഡം എന്ന് പറഞ്ഞു നീട്ടെ എഴുതാൻ അറിയില്ലേ എന്ന് ഞാൻ പറയുന്ന പോലെ എഴുതെന്ന് മാഡവും. അഖിൽ അത് സമ്മതിക്കുമ്പോഴേക്കും ഇയാളുടെ പേരെന്താ എന്ന് നീതുവിന്റെ അച്ഛനോടായി മാഡം ചോദിക്കുന്നുണ്ട്. ചന്ദ്രൻ. വീട്ടുപേര് ചോദിക്കേ തേറാട്ടിൽ എന്ന് ചന്ദ്രനും. മാഡം അഖിലിനെ എഴുതാനായി പറഞ്ഞു കൊടുക്കുക. തേറാട്ടിൽ ചന്ദ്രൻ മകൻ അഖിൽ എന്ന ഞാൻ. ഇനി മുതൽ എന്റെ അനിയത്തിയെ യാതൊരു കാരണവശാലും ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കില്ലെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. എഴുത് എന്ന് പറയേ അഖിലും എഴുതുകയാ. നീതുവും സന്തോഷത്തോടെ നോക്കി നിൽപ്പാ. അവൻ എഴുതി കഴിഞ്ഞ് തലയുയർത്തുമ്പോഴേക്കും ഇനി ഒപ്പിടുന്ന മാഡവും. പിന്നീട് സീതയോടും ചന്ദ്രനോടും അതിൽ ഒപ്പിടാനായി പറയും. അവർ ഒപ്പിട്ട് കഴിഞ്ഞ് ആ പേപ്പർ മാഡത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഇതെന്റെ കയ്യിലുണ്ട്, ഇനി ഇതിന് വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അറിയാലോ എന്നവർക്ക് വാണിംഗ് നൽകി നീതുവിനോടായി ഇനി എന്തെങ്കിലും പ്രശ്നം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോ അറിയിച്ചേക്കണം. അറിയാലോ, പ്രേമം എന്നും പറഞ്ഞ് പഠിപ്പ് കളയരുത്, അതാണ് മുഖ്യം, അത് ഓർമ്മ വേണം. കുട്ടിയൊന്ന് വരുമെന്ന് പറഞ്ഞ് നീതുവിനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിന്റെ പുറകുവശത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നീതു. എടി നീ കുറെ നേരമായാലും ഈ തീറ്റ തുടങ്ങിയിട്ട് എന്താ ഉണ്ടായെന്ന് പറ എന്ന് ഹരീഷ്. ഇന്നലെ മുതൽ വീട്ടിൽ വഴക്കുണ്ടാക്കി പട്ടിണിയാ, അതുകൊണ്ട് നല്ല വിശപ്പ്. ഹോ ആശ്വാസമായി, എരിവുണ്ടെങ്കിലും ബീഫ് കലക്കി, ഇനി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വാങ്ങിത്തരണം എന്നവൾ പറയേ. നീ കാര്യം പറഞ്ഞു എന്താ ഉണ്ടായേ? നേരെ ഇപ്പൊ രാത്രിയാവും, നീ തിരിച്ച് അങ്ങോട്ടന്നല്ലേ പോണേ? അവിടെ നടന്നത് എന്താന്ന് എനിക്ക് അറിയണ്ടേ? മനുഷ്യന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കും എന്ന് ഹരീഷ് പറയേ. അത്ര ടെൻഷൻ ഉണ്ടോ? കൊണ്ടുചെന്ന് വിട്ടിട്ട് ഒറ്റ പോക്ക് പോയതല്ലേ എന്ന് പരിഭവത്തോടെ പറഞ്ഞ് നീതു എഴുന്നേറ്റ് കൈ കഴുകുകയാ. അല്ല എടി, നീ അങ്ങനെയാണോ വിചാരിച്ചേ? എടി ഞാൻ കുറെ നേരം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഹരീഷ് പറയേ. ആണോ? എന്തിന് എന്ന് നീതുവും. അല്ല ഇനി മുമ്പത്തെ പോലെ അവര് നിന്നെ തല്ലി ചവിട്ടി ചെയ്താ നേരിട്ട് വന്ന് ചോദിക്കാന്ന് കരുതി എന്നവൻ പറയേ. ശരിക്കും എന്ന് നീതു. ആ ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയാ അപ്പൊ കയറി വന്നേൻ എന്നവൻ പറയേ. വാവ്, യു ആർ നോട്ട് എ ലവർ ബട്ട് ആൻ ഇമോഷൻ. ഹരീഷേ, എനിക്ക് നിന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നുക എന്നവൾ പറയുന്നത് ശ്രദ്ധിച്ച് ടിറ്റോയും പറയുന്നുണ്ട്. ഓ വാട്ട് എ ഡയലോഗ്, ഫുൾ ഓഫ് എനർജി, നോ ക്രിഞ്ച്. ഒന്ന് കെട്ടിപ്പിടിക്ക് ബ്രോ എന്ന് ഹരീഷിനോടായി പറയേ. പോടാ അവിടെ നിന്ന് ഹരീഷും. എടി നീ കാര്യം പറ, സമയം പോണോ എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്നത് അവർക്ക് ഭയങ്കര ഷോക്കായി. അവർ വിചാരിച്ചത് ഇനി മടങ്ങി ചെല്ലില്ലെന്നാ. എന്ന് കയറിയതും ആദ്യത്തെ പോലെ വഴക്ക് തുടങ്ങി എന്ന് നീതു പറയേ. അല്ല ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, ഞാനൊന്നും കേട്ടില്ല എന്ന് ഹരീഷും. പുറത്തേക്കൊന്നും കേൾക്കാതിരിക്കാൻ വാതിലും ജനലും ഒക്കെ അടച്ചിട്ടായിരുന്നു ചീത്തവിളി. എല്ലാവരെയും ഇട്ടേച്ച് പോയതല്ലേ, എന്തിനാ ഇപ്പോ തിരിച്ചു വന്നതെന്നും ചോദിച്ച് അങ്ങ് തുടങ്ങി. അമ്മ തല്ലാൻ വരുന്നു, ചേട്ടൻ തല്ലാൻ വരുന്നു, അച്ഛൻ തല്ലാൻ വരുന്നു. ഹോ
എന്നവൾ പറയേ, എന്നിട്ട് അവർ നിന്നെ തല്ലിയോ എന്ന് ഹരീഷു. ഇല്ലാതെ പിന്നെ ഞാൻ കുറെ സഹിച്ചു. പിന്നെ മുറിയിൽ ഓടിക്കയറി കഥ കടച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ എന്നവൾ ചോദിക്കേ. എന്തായെന്ന് ഹരീഷും. ആത്മഹത്യാ ശ്രമമോ എന്ന് അമ്പരപ്പോടെ ടിറ്റോയും ചോദിക്കുന്നുണ്ട്. നീതു ചിരിയോടെ ഇരിക്കെ, കഥ വീണ്ടും 90s പോയോ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം ഡയലോഗ്, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? നീ ആരെ വേണേലും കെട്ടിക്കോ, നമ്മൾ ഇനി ഒന്നും പറയില്ല. പിന്നെ കരച്ചിലെ കെട്ടിപ്പിടുത്തം, ഉമ്മവെപ്പ്, അങ്ങനെ എന്ന് ടിറ്റോ പറയേ. അങ്ങനെ സ്ഥിരം ക്ലേശ ലൈനിൽ ഹരീഷേട്ടനുള്ള വഴി ക്ലിയർ ആവുന്നു. ഹരീഷേട്ടാ, നിങ്ങളുടെ പ്രേമം അടാറ് ശോകമായിട്ടുണ്ട് കേട്ടോ എന്ന് ചന്തു പരിഹസിക്കുന്നുണ്ട്. നീതുവും ദേഷ്യത്തോടെ, നീ ഒന്ന് പോടാ മന്ദബുദ്ധി എന്നവനെ വഴക്ക് പറഞ്ഞ് ഹരീഷിനോടായി ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തു. അമ്മയും ചേട്ടനും കൂടി എന്നെ കൊല്ലാൻ പോവാണ്, അച്ഛനും അവർക്ക് കൂട്ടാണ്, രക്ഷിക്കണമെന്നും പറഞ്ഞ് ഒരൊറ്റ കരച്ചിലായിരുന്നു. വിത്തിൻ 10 minutes പോലീസ് വീടിന് മുന്നിലെത്തി. ഞാൻ എന്നെ അടിച്ചതും ചീത്ത വിളിച്ചതും ഒക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. വലിയ വഴക്കാളിയായ എന്റെ ചേട്ടൻ അഖിലുണ്ടല്ലോ, പുള്ളിയില്ലെന്നേ ഉള്ളൂ. പോവാൻ നേരത്തെ ഇൻസ്പെക്ടർ പുറത്തേക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ എന്നവൾ ചോദിക്കെ. എല്ലാവരും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഇരിപ്പാ. നീതുവും അക്കാര്യം ഓർത്തെടുത്ത് പറയുന്നുണ്ട്. നീതുവിനെയും കൂട്ടി പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പേപ്പർ കഷ്ണം നീട്ടി, ഇതാ ഇതിലെന്റെ നമ്പറുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളും എന്ന് പറഞ്ഞ് പോലീസ് പോകുന്നതും നീതു സന്തോഷത്തോടെ അകത്തേക്ക് കയറിയിരിക്കുമ്പോഴേക്കും അമ്മയും അച്ഛനും ചേട്ടനുമെല്ലാം അങ്ങോട്ടെത്തി ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കേ. പുച്ഛത്തോടെ അവരെ നോക്കി, എന്താ തല്ലാൻ തോന്നുന്നില്ലേ? ഇനിയൊന്ന് കൈ ഉയർത്തി നോക്ക് എന്ന് ചോദിച്ചെഴുന്നേറ്റ് അടിക്ക് എന്ന് പറഞ്ഞ് അഖിലിനെ വെല്ലുവിളിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷേട്ടന്റെ കല്യാണക്കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാത്ത അച്ഛനെയും സുധീഷിനെയും കുട്ടരെയും നീതു കുറ്റപ്പെടുത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.